എല്ലാവരും ഹസ്തിനപുരിയിൽ തിരിച്ചു വന്നു. ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്രയായി. ഈ സമയത്ത് ഒരാൾ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. പാഹി പാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടി വരുന്നത്. ആരായി ഓടി വന്നതെന്നോ? യുദ്ധത്തിൽ മരിച്ചുപോയ അഭിമന്യുവിൻ്റെ വിധവ ഉത്തരാദേവി. ആ ഉത്തരയുടെ ഗർഭത്തിൽ ഇപ്പോൾ ഒരു ശിശു ഉണ്ട്. ആ ശിശുവിൻ്റെ നേർക്ക് അശ്വത്ഥാമാവ് ദിവ്യാസ്ത്രം തൊടുത്തുവിട്ടിരിക്കുന്നു. ഈ ഉത്തരാഗർഭസ്ഥ ശിശു ഇങ്ങോട്ട് പുറത്തു വന്നിട്ട് വേണം പാണ്ഡവ വംശം ഇനി പൊട്ടിമുളച്ച് വരാൻ. പാണ്ഡവന്മാരെ കൊല്ലാൻ പറ്റിയില്ലെങ്കിലും പാണ്ഡവ വംശമെങ്കിലും നശിപ്പിക്കാൻ പറ്റൂലോ എന്ന് വിചാരിച്ചിട്ടാണ് അശ്വത്ഥാമാവ് ദിവ്യാസ്ത്രം തൊടുത്തുവിട്ടത്. ആ അസ്ത്രമേറ്റ് ആ ഗർഭസ്ഥ ശിശു കരിഞ്ഞുപോയി. ഉത്തരയ്ക്ക് ഈ കാര്യം മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താണെന്നോ? മാമയെ ഗർഭോനിപാത്യതാം, എൻ്റെ ഗർഭം കരിഞ്ഞു പോണു, രക്ഷിക്കണേ എന്നാണ്. ഭഗവാൻ ഉത്തരെ ഒന്നങ്ങോട്ട് നോക്കിയതേ ഉള്ളൂ. സുദർശനേന സ്വസ്ത്രേണ. ഭഗവാന്റെ കരുണാമധുരമായ ഒരൊറ്റ നോട്ടം അതുകൊണ്ട് തന്നെ ഉത്തരാദേവിയുടെ ഗർഭസ്ഥ ശിശു രക്ഷപ്പെട്ടു. ഒരിക്കൽ കരിഞ്ഞുപോയി, പക്ഷേ ഭഗവാൻ വീണ്ടും ജീവൻ കൊടുത്തു. അങ്ങനെ ഉത്തരയുടെ വിഷമം തീർന്നു. ഭഗവാൻ തേരിൽ കയറാനായിട്ട് ഭാവിച്ചു. അപ്പോഴേക്കും വേറൊരാൾ വന്നു. പാണ്ഡവന്മാരുടെ വൃദ്ധയായ മാതാവ് കുന്തിദേവി അവിടെ വന്ന് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേഹ പരം. കൃഷ്ണ ഒന്നവിടെ നിൽക്കൂ, ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുന്തിദേവി ആരംഭിച്ചത് തന്നെ. കൃഷ്ണൻ ഈശ്വരനാണ്, ഈ പ്രകൃതിക്കെല്ലാം അപ്പുറത്തുള്ളവനാണ് എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. എന്നാൽ കൃഷ്ണൻ്റെ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാമോ? അത് പറയാൻ വയ്യ. എനിക്കെന്നല്ല, വലിയ വലിയ ഋഷീശ്വരന്മാർക്കും പരമഹംസന്മാർക്കും പോലും കൃഷ്ണൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, മനസ്സിലാക്കാൻ പറ്റൂല. ഇപ്പം എൻ്റെ മുമ്പിൽ ഈ കളിക്കണത് സാക്ഷാൽ ഈശ്വരനാണ്. പക്ഷെ ഒരു നടൻ എങ്ങനെയാണോ വേഷം കെട്ടി അഭിനയിക്കുന്നത് അതുപോലെയാണ് കൃഷ്ണൻ ഇപ്പം എൻ്റെ മുമ്പിൽ ഈ അഭിനയിക്കുന്നത് മുഴുവനും. ഈ കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം, അത് ഞാൻ മനസ്സിലാക്കണു. എന്നിരിക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമസ്കരിക്കാൻ മാത്രം പറ്റും. അതുകൊണ്ട് കൃഷ്ണ ഞാനൊന്ന് നമസ്കരിക്കട്ടെ കേട്ടോ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജംഘ്രയേ. ഇങ്ങനെയൊക്കെ മന്ത്രം ചൊല്ലി നമസ്കരിക്കാൻ മാത്രമേ പറ്റൂ. കൃഷ്ണൻ ഈശ്വരനാണോ? അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഈശ്വരന് മാത്രമേ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കൂ. അത്രയും ആപൽഘട്ടങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോന്നിട്ടുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയും കംസന്റെ കാരാഗൃഹത്തിൽ നിന്ന് എങ്ങനെയാണോ കൃഷ്ണൻ രക്ഷപ്പെടുത്തിയത് അതുപോലെയാണ് ഞങ്ങളെയൊക്കെ ആപൽഘട്ടത്തിൽ നിന്ന് കൃഷ്ണൻ രക്ഷപ്പെടുത്തിയെടുത്തത്. ഇപ്പോഴും ഒന്ന് പിന്നാക്കം തിരിഞ്ഞു നോക്കിയാൽ ഭയം തോന്നും. അത്രയും ആപൽഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിഷാൽ മഹാഗ്നേഹ പുരുഷാദ് ദർശനാൽ. ഭീമസേനന് വിഷം കൊടുത്തു. എനിക്ക് പെട്ടെന്ന് കൃഷ്ണനെ ഓർമ്മ വന്നു. ഭീമസേനന് യാതൊരു ആപത്തും പറ്റിയില്ല. ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ചിലർ പെരയ്ക്ക് തീ വെച്ചു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കൃഷ്ണനെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരാപത്തും പറ്റിയില്ല. കാട്ടിലിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് എത്രയോ രാക്ഷസന്മാർ ആക്രമിക്കാൻ വന്നു. അപ്പോഴെല്ലാം ഞാൻ സ്മരിച്ചുകൊണ്ടിരുന്നത് കൃഷ്ണനെയായിരുന്നു. കുരുക്ഷേത്രത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് പാണ്ഡവന്മാരെ നേർക്ക് എത്ര ദിവ്യാസ്ത്രങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ആ സമയത്തെല്ലാം കൃഷ്ണനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാണ്ഡവന്മാർക്ക് ഒരാപത്തുണ്ടായില്ല. പാഞ്ചാലിയെ കൗരവന്മാരുടെ സഭയിലേക്ക് ചില ആളുകൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അവമാനിക്കാൻ ശ്രമിച്ചു. ഞാൻ അപ്പോഴും ഓർമ്മിച്ചത് കൃഷ്ണനെ തന്നെയായിരുന്നു. ആപത്ത് വരും എന്നിങ്ങനെ തോന്നും. ആപത്ത് വരും എന്ന് തോന്നിയാൽ എനിക്ക് കൃഷ്ണനെ ഓർമ്മ വരികയായി. കൃഷ്ണനെ ഓർമ്മിച്ചാൽ പിന്നെ ആപത്ത് അനുഭവപ്പെടില്ല. ഇങ്ങോട്ട് വന്ന ആപത്ത് ഞങ്ങളെ തൊടാതെ കണ്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവും. ഇതാണ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ അനുഭവം. ഇപ്പോൾ കൃഷ്ണൻ ഇവിടുന്ന് പോവാൻ ഭാവിക്കുകയാണല്ലോ. കൃഷ്ണൻ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല. കൃഷ്ണൻ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നത്തെ സ്ഥിതി എന്താവും? അതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞാൻ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ആപത്തുണ്ടായാലേ കൃഷ്ണനെ സ്മരിക്കലുണ്ടാവുള്ളൂ. അതുകൊണ്ട് കൃഷ്ണ ഇപ്പോൾ ഇവിടുന്ന് പോകാൻ ഭാവിക്കല്ലേ, ഇനി എപ്പോഴാ കൃഷ്ണനെ സ്മരിക്കാൻ എനിക്ക് അവസരം ഉണ്ടാവുക? അതുകൊണ്ട് ഞാൻ ഒരു വരം ചോദിക്കുകയാണ്. ഇന്നേ വരെ ഞാൻ കൃഷ്ണൻ്റെ മുമ്പിൽ ഒരു വരം ചോദിക്കുക അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ആരും ആരോടും ചോദിക്കാത്ത ഒരു വരം ആണ് ഞാൻ ചോദിക്കാൻ പോണത്. ഞാൻ ചോദിക്കുമ്പോൾ തരില്ല എന്ന് പറയരുത് കേട്ടോ. ഭഗവാൻ ചോദിച്ചു, എന്താ ഇത്ര ദുർലഭമായിട്ടുള്ള വരം? അതോ കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്, വിപദസ്സന്തു നശ്വൽ തത്ര തത്ര ജഗൽ ഗുരോ, ഞങ്ങൾക്ക് എന്നും ആപത്തുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഒരാപത്ത് കഴിഞ്ഞാൽ അടുത്തത്, ആ ആപത്ത് കഴിഞ്ഞാൽ പിന്നത്തേത്, ഇങ്ങനെ പിന്നാലെ പിന്നാലെ. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? ആപത്ത് ഒഴിവാക്കണേ എന്നല്ലേ പ്രാർത്ഥിക്കുക എല്ലാവരും. എന്താ ഈ ആപത്ത് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണത്? അതോ ആപത്തില്ലെങ്കിൽ കൃഷ്ണനെ ഓർമ്മിക്കലുണ്ടാവില്ല, അപ്പോൾ ആപത്തുമില്ല കൃഷ്ണനെ സ്മരിക്കലുമില്ല എന്ന് പറഞ്ഞതിനേക്കാൾ ഭേദം എന്നും ആപത്തുകൾ ഇങ്ങനെ ഉണ്ടാവുക, അപ്പോഴെല്ലാം കൃഷ്ണനെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുക, അത് തന്നെയാണ് നല്ലത്. എന്നല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ ജീവിതം ആലോചിക്കുകയാണെങ്കിലേ, ജന്മ ഐശ്വര്യ ശ്രുതശ്രീഭി, നല്ല വംശത്തിൽ ജനിച്ചു എന്ന വംശാഭിമാനം, പിന്നെ നല്ല വിദ്യ ഉണ്ടെന്നുള്ള വിദ്യാഭിമാനം, സ്ഥാനമാനങ്ങളെക്കുറിച്ച് ഓർത്തുള്ള അഭിമാനം, ഐശ്വര്യത്തിൻ്റെ അഭിമാനം, എന്തൊക്കെ അഭിമാനങ്ങളുണ്ടായാലും കൃഷ്ണനെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഏതെല്ലാം അഭിമാനങ്ങൾ മനസ്സിലുണ്ടാവാൻ ഭാവിച്ചു വരണോ, അഭിമാനം പൊട്ടിമുളയ്ക്കാൻ ഭാവിച്ചാൽ അപ്പോഴൊക്കെ ആപത്ത് കൊണ്ടുള്ള ഇടി ഇങ്ങനെ ഉണ്ടാവണം. എന്നാൽ ആ അഭിമാനങ്ങളെല്ലാം നഷ്ടപ്പെടും. അപ്പോഴെല്ലാം കൃഷ്ണനെ അങ്ങനെ സ്മരിക്കുകയും ചെയ്യാം. അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇത്രയും കാലം ജീവിച്ചു, എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, കൃഷ്ണ എനിക്ക് മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. കുറേ ആളുകളെ ഇങ്ങനെ സ്നേഹിച്ചു, എൻ്റെ മക്കളെ സ്നേഹിച്ചു, എൻ്റെ ബന്ധുക്കളെ സ്നേഹിച്ചു. ഇങ്ങനെ അവരെയും ഇവരെയൊക്കെ സ്നേഹിച്ചാൽ വല്ലാത്ത കുടുക്കാവും എന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് കൃഷ്ണ ഒരു വരവും കൂടി ചോദിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ കുടുക്ക് ഒന്ന് പൊട്ടിച്ചു തരുമോ? ഈ മക്കളെയും ബന്ധുക്കളെയും അവരെയും ഇവരെയൊക്കെ സ്നേഹിച്ചാൽ കുടുക്കുകൾ ഇങ്ങനെ കൂടി 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 വരികയുള്ളൂ. നേരെ മറിച്ച് കൃഷ്ണനെ മാത്രം സ്നേഹിക്കുക എന്നായാൽ എല്ലാ കുടുക്കുകളും തന്നെത്താൻ പൊട്ടിപ്പോവും. അതുകൊണ്ട് കൃഷ്ണ സ്നേഹപാശം ഇമം ചിന്തി, മക്കളുടെ നേർക്കും ബന്ധുക്കളുടെ നേർക്കും എനിക്കുള്ള ഈ സ്നേഹത്തിൻ്റെതായ ഈ കുടുക്ക് ഒന്ന് പൊട്ടിച്ചു തരിക. എനിക്കിനി ഇവരെ ആരെയും സ്നേഹിക്കണം എന്നില്ല. എനിക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആകെ ഒരാളെ മാത്രം സ്നേഹിച്ചാൽ മതി, കൃഷ്ണനെ മാത്രം. കൃഷ്ണനെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ ഒഴുകണം കൃഷ്ണൻ്റെ അടുക്കിലേക്ക്. എങ്ങനെ ഗംഗാനദി എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് ഒഴുകണത്, അതുപോലെ ഒഴുകണം എൻ്റെ മനസ്സ് കൃഷ്ണങ്കലേക്ക്. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നോ പറഞ്ഞ് കുന്തിദേവി വീണങ്ങനെ നമസ്കരിക്കാൻ ഭാവിച്ചു. പക്ഷേ നമസ്കരിക്കാൻ ഭഗവാൻ സമ്മതിച്ചില്ല. അതിനു മുമ്പ് ആ അമ്മയുടെ കൈമൽ കയറി ഇങ്ങോട്ട് പിടിച്ചു. ഭഗവാൻ ഭംഗിയായിട്ടൊന്നും അങ്ങോട്ട് പുഞ്ചിരി തൂകി, പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞതുമില്ല. തൽക്കാലം യാത്ര വേണ്ടാന്ന് വെച്ചു. കുന്തിദേവിക്ക് വലിയ സന്തോഷമായി. താൻ എന്തെല്ലാമോ കൃഷ്ണൻ്റെ മുമ്പിൽ സംസാരിച്ചു, അതുകൊണ്ടാണ് യാത്ര മാറ്റിവെച്ചത് എന്നാണ് കുന്തിദേവിയുടെ വിചാരം. പക്ഷേ ഭഗവാൻ യാത്ര മാറ്റിവെച്ചതിന് പല പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കുരുക്ഷേത്രത്തിൽ ശരശയ്യമിൽ കിടന്നുകൊണ്ട് ഭീഷ്മപിതാമഹൻ ഇങ്ങനെ സ്തുതിക്കുന്നുണ്ട്. ആ സ്തുതി ഭഗവാന്റെ മാറിടത്തിൽ ഇങ്ങനെ വന്ന് തട്ടണു. ശരശയ്യമിൽ കിടന്നുകൊണ്ടുള്ള ഭീഷ്മരുടെ ആ സ്തുതി മഹാഭാരതത്തിൽ കാണാം. ഭാഗവതത്തിൽ എന്ന പോലെ തന്നെ മഹാഭാരതത്തിലുണ്ട് അതിമനോഹരമായ ഒരു ഭീഷ്മസ്തുതി. അപ്പോൾ ഭീഷ്മരുടെ മുമ്പിൽ ചെല്ലണം, ഒറ്റയ്ക്ക് ചെല്ലണ്ട, കുറേ ആളുകളെ ഒരുമിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാം എന്നും ഭഗവാൻ സങ്കല്പിച്ചു. ഇപ്പോൾ ഭാരതത്തിൻ്റെ മുഴുവനും ചക്രവർത്തിയാണ് ധർമ്മപുത്രർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിന് യാതൊരു സമാധാനമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ചാരന്മാർ വന്ന് ഓരോരോ വിവരങ്ങൾ ഇങ്ങനെ ധരിപ്പിക്കുന്നുണ്ട്. എന്താ ധരിപ്പിക്കണ വിവരമെന്നോ, ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവരും ദുഃഖിതന്മാരാണ് എന്നാണ്. എന്താ ദുഃഖത്തിൻ്റെ കാരണം? അതോ കുരുക്ഷേത്രത്തിൽ വെച്ച് അനവധി ആളുകൾ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട ഭടന്മാരുടെ സ്ത്രീകളൊക്കെ വിധവകളായി, അവരുടെ വയസ്സായ അച്ഛനമ്മമാരൊക്കെ മരിച്ചുപോയി, അവരുടെ കുട്ടികളൊക്കെ അനാഥരായി. ഇത്രയും സ്ത്രീകളെയും ഇത്രയും കുട്ടികളെയും ഇത്രയും വൃദ്ധന്മാരെയും കരയിച്ച ഞാൻ
എന്നെങ്കിലും പാപത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? ധർമ്മപുത്രർ ആലോചിക്കാൻ തുടങ്ങി. രക്ഷപ്പെടില്ല എന്ന് അന്തരാത്മാവ് ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട്. ഇക്കണ്ട ആളുകൾക്കെല്ലാം ഈ യുദ്ധം കാരണം നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. എത്ര പേർക്ക് യുദ്ധം കാരണം ലാഭമുണ്ടായി? തനിക്ക് മാത്രമേ ലാഭം ഉണ്ടായിട്ടുള്ളൂ. തൻ്റെ രാജ്യലോഭം കൊണ്ടല്ലേ ഇത്രയും ആളുകളെ താൻ കരയിച്ചത്. 10,000 കൊല്ലങ്ങളോളം നരകപീഡനമേറ്റാലും എൻ്റെ പാപം പോകില്ല അദ്ദേഹത്തിന് തീർച്ചയായി. ഇനി രാജാവായിട്ട് ഈ ജീവിതം തുടർന്നാൽ പാപം ഇനിയും ചെയ്യേണ്ടി വരും. ഇനിയെങ്കിലും പാപം ചെയ്യാതെ കണ്ടിരിക്കണം. കാട്ടിലേക്ക് പോവുക, ഒരു സന്യാസിയായിട്ട് ഈശ്വരനെ ഭജിച്ച് കഴിഞ്ഞുകൂടുക. ഇത് തന്നെയാണ് ഉത്തമം. ധർമ്മപുത്രർ ഏതാണ്ട് ആലോചിച്ച് ഇങ്ങനെയൊക്കെ തീർച്ചപ്പെടുത്തി. ഇടയ്ക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ വന്ന് ഉപദേശിക്കും. അങ്ങനെയല്ല, ക്ഷത്രിയന്മാരാകുമ്പോൾ ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചിലരെ കൊല്ലേണ്ടതായിട്ട് വരും. അതുകൊണ്ടൊന്നും പാപമൊന്നുമില്ല. ഇപ്പം യുദ്ധമൊക്കെ കഴിഞ്ഞ് രാജ്യം ജ്യേഷ്ഠന് അധീനത്തിലായി വന്നിരിക്കുന്നു. ഇനി പ്രജകളെ പരിപാലിക്കുക, അതാണ് ക്ഷത്രിയ ധർമ്മം എന്നൊക്കെ ഭഗവാന്റെ കേമായിട്ടുള്ള ഉപദേശം. ധർമ്മപുത്രരുടെ പ്രതികരണം എന്താ വെച്ചാൽ, ഇനിയെങ്കിലും കൃഷ്ണൻ എന്നെ ഉപദേശിക്കാണ്ടിരിക്കുക. കൃഷ്ണൻ്റെ ഉപദേശമാണ് ഞാൻ ഇതേവരെ അനുസരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടോ ഞാൻ വലിയ പാപിയായി തീർന്നു. കൃഷ്ണ, ഇനി എന്നെക്കൊണ്ട് പാപം ചെയ്യിക്കരുത്. അതുകൊണ്ട് ഞാൻ സന്യസിക്കാൻ പോവുകയാണ്. പോവരുതെന്ന് എന്നോട് പറയണ്ട, ഞാൻ പോവാൻ തീർച്ചപ്പെടുത്തി. ഭഗവാൻ അപ്പം ചോദിച്ചു, സന്യസിക്കാൻ നിശ്ചയിച്ചു എന്നല്ലേ പറഞ്ഞത്? ഈ കാരണവന്മാരോടൊക്കെ അനുവാദം ചോദിക്കുക, അവരുടെ അനുജ്ഞ വാങ്ങുക, എന്നിട്ട് വേണ്ടേ സന്യസിക്കാൻ പോവാൻ? കുരുക്ഷേത്രത്തിൽ ഭീഷ്മപിതാമഹൻ കിടക്കുന്നുണ്ടല്ലോ ശരശയ്യമ്പല്, അദ്ദേഹത്തിനോട് ചോദിക്കുക, ഇനി സന്യാസം വേണോ അതോ പ്രജാപരിപാലനം വേണോ എന്ന്. അത് ശരിയാണെന്ന് ധർമ്മപുത്രർക്കും തോന്നി. അപ്പം തന്നെ അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു. തേരിൽ കയറി, പാണ്ഡവന്മാരെല്ലാവരും തേരിൽ കയറി, ഭഗവാനും തേരിൽ കയറി. അനവധി മഹർഷിമാർ പിന്നാലെ പുറപ്പെട്ടു. എന്തിനാണ് ഈ കണ്ട ആളുകളെയൊക്കെ ഭഗവാൻ കുരുക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോണേ? അതറിയണം എന്ന് വിചാരിച്ച് സമന്തപഞ്ചകം എന്ന ആ പ്രദേശത്തു കൂടിയാണ് അവരുടെ യാത്ര. എല്ലാവരും കുരുക്ഷേത്രത്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ടു ഭീഷ്മര് ശരശയ്യമ്മൽ സുഖമായിട്ട് മലർന്നിങ്ങനെ കിടക്കുന്നുണ്ട്. സ്വർഗലോകത്തിൽ നിന്ന് ഒരു ദേവൻ താഴോട്ടിങ്ങോട്ട് ഇറങ്ങി വന്ന് സുഖമായിട്ടിങ്ങനെ കിടക്കുകയാണോ എന്ന് തോന്നും. അത്ര തേജോമയനായിട്ടാണ് ഇപ്പം ഭീഷ്മരിങ്ങനെ കിടക്കണത്. ശരശയ്യമ്പലാണ് കിടക്കണത് എന്ന് പറയുമ്പോൾ ആകെ വല്ലാതെ ദുഃഖിതനായിട്ട് ഇങ്ങനെ എരിപൊരിക്കൊണ്ട് കിടക്കണു. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. പരമസന്തുഷ്ടനായിട്ടാണ് അദ്ദേഹം ശരശയ്യമ്പൽ കിടക്കണത്. ഇപ്പോൾ അദ്ദേഹം എങ്ങനെയാ വെച്ചാൽ മുമൂർഷോ എന്നാണ്. മുമൂർഷമാണ്, മരിക്കണം എന്ന ഇച്ഛയോട് കൂടിയിട്ടാണ് അങ്ങനെ കിടക്കണത്. മരിക്കണം എന്ന് വെച്ചാൽ മരിച്ചുകൂടെ? പോരെങ്കിൽ അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ്. സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാം. സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം കാത്തിരിക്കേണ്ടതും. അങ്ങനെ അങ്ങോട്ട് മരിച്ചാൽ പോരാ, ഉത്തരായണം വന്നിട്ട് വേണം മരിക്കാൻ. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഉത്തരായണം എന്ന് പറഞ്ഞാൽ എന്താ? മകരമാസം വരുമ്പോൾ മരിക്കണമെന്നോ? അതേ കുംഭമാസം വരുമ്പം? അതൊന്നുമല്ല. ഉത്തരായണം വന്നിട്ട് വേണം മരിക്കാൻ എന്ന് വെച്ചാൽ ഉത്തരമായ അയനം ഇങ്ങോട്ട് വന്നിട്ട് വേണം. ഉത്തരമായ ലോകോത്തരമായ അയനം പ്രാപ്യസ്ഥാനം, അതായത് ഭഗവാൻ എന്നർത്ഥം. ഭഗവാൻ മുമ്പിൽ വന്നിട്ട് വേണം ഈ ജീവിതം അവസാനിപ്പിക്കാൻ. അതിനു വേണ്ടി മുമൂർഷോഹ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് എല്ലാവരും ചെന്നത്. എന്ത് സന്തുഷ്ടനാണ് അദ്ദേഹം ഈ ശരശയ്യമ്മൽ കിടക്കുമ്പോഴെന്നോ. ഈ ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്, പ്രത്യേകിച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കിടത്തരുതേ കിടത്തരുതേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയല്ല കേട്ടോ പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് നേരെ മറിച്ചാണ്. എത്ര കാലം വേണമെങ്കിലും കിടക്കാൻ ഞാൻ ഒരുക്കാണ് എന്ന് പറയണം. എങ്ങനെയാണോ ഭീഷ്മര് ശരശയ്യമ്മൽ കിടന്നത് അതുപോലെ കിടക്കാൻ ഇടവരണം. അതിന് അനുഗ്രഹിക്കുക. ഇതാ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. ഭീഷ്മര് ശരശയ്യമ്മൽ കിടക്കുമ്പോൾ ലവലേശം വേദന അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹം സ്വന്തം ശരീരത്തിനെയല്ല ഓർമ്മിച്ചുകൊണ്ടിരുന്നത്, പിന്നെയോ മനസ്സുകൊണ്ട് ഭഗവാനെയാണ് ഓർമ്മിച്ചുകൊണ്ടിരുന്നത്. ഈ സാധാരണ ആളുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ബാക്കിയുള്ളവരെ ശകാരിക്കണത് എന്തുകൊണ്ടാണെന്നോ? കിടക്കണ ആൾക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. ഈ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ആൾ അങ്ങനെ ശുശ്രൂഷിക്കണം, ഇങ്ങനെ ശുശ്രൂഷിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. അതുപോലെ ആവില്ല. അതുകൊണ്ടാണ് ഈ കിടക്കണ കിടവിൽ ഈ ബാക്കിയുള്ളവരെയൊക്കെ ശകാരിക്കുന്നത്. ഭീഷ്മർക്ക് യാതൊരു പരാതിയില്ലല്ലോ. ഭഗവാനെ തന്നെ സ്മരിക്കുക. കാരണം ശരശയ്യമ്മൽ കിടന്നാലും അദ്ദേഹത്തിന് പരമസന്തോഷം.